തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ തിരുവഞ്ചൂർ, ഇക്കാര്യത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് വന്നിരിക്കുന്ന പരാമർശം സ്വാഭാവിക ജാമ്യം ലഭിച്ചതിൽ ആശങ്കയില്ല എന്ന് പറയുന്നു. SITയുടെ ഏറ്റവും വിശ്വാസയോഗ്യമായ അന്വേഷണം എന്നുമൊക്കെ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിസങ്കീർണമായിട്ടുള്ള അതീവ ഗുരുതരമായിട്ടുള്ള കേസാണെന്ന് ഹൈക്കോടതിയിൽ ഒന്നുകൂടി വ്യക്തമാക്കി പറയുന്നുണ്ട്. ഇപ്പോൾ അനിൽകുമാർ പറഞ്ഞു വെച്ചതുപോലെ ഇതിൽ ഒരു ഹൈക്കോടതിയിലെ ബെഞ്ചുകൾ തമ്മിലുള്ള ഒരു കുടിപ്പക കൂടി ഉണ്ട് ഇക്കാര്യത്തിൽ ഇത്തരം പരാമർശങ്ങൾക്ക് നയിക്കുന്നതിന് പിന്നിൽ എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഈ ഘട്ടത്തിൽ? ശ്രീ തിരുവഞ്ചൂർ, കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ. ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഇത്തരം പരാമർശങ്ങൾ പുതുതായി വന്നിരിക്കുന്നു. ഇതിലിപ്പോൾ SIT വളരെ വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നതെന്നും അതിൽ വളരെ തൃപ്തി കൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ സ്വാഭാവിക ജാമ്യം ലഭിച്ചതിൽ ആശങ്കയില്ലെന്നുകൂടി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു തിരുവഞ്ചൂർ? നമ്മളൊരു സാധാരണ ഒരു ക്രിമിനൽ കേസിനെ കാണുന്നത് പോലെ തന്നെ ഇതും കാണുകയാണ്. അതിനകത്ത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കും അവരൊരു പ്രത്യേക ഡ്യൂട്ടിയാണ് കോടതി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതിലെ ഏറ്റവും ആദ്യത്തെ കാര്യം അവർ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അറസ്റ്റ് ചെയ്താൽ 90 ദിവസത്തിനകം അവർക്കെതിരായിട്ടുള്ള കുറ്റപത്രം കൊടുക്കണ്ടേ? ആ ഡേ 1 മുതൽ ഇവർക്കെല്ലാവർക്കും അറിയാം, അറസ്റ്റ് ചെയ്ത ആളുകൾക്കറിയാം, ഈ 90 ദിവസത്തിനുള്ളിൽ ഇതിന്റെ കുറ്റപത്രം കൊടുക്കുന്നില്ലെങ്കിൽ അവർ സ്വാഭാവിക ജാമ്യമായി അവർ പുറത്തേക്ക് പോകും. അതാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഇൻവെസ്റ്റിഗേഷനിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം ഈ ഹാൻഡ് റൈറ്റിംഗ് ആരുടേതാണ് എന്ന് കണ്ടുപിടിക്കുകയാണ് എന്നുള്ളത് പൊതുവെ ഈ കേസുമായി പരിശോധിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ചെമ്പ് എന്ന ഒരു ഹാൻഡ് റൈറ്റിംഗിൽ ഒരാൾ തിരുത്തി എഴുതിയാൽ ആ ഹാൻഡ് റൈറ്റിംഗ് ഈ ആളുടേതാണോ എന്നുള്ളത് അതല്ലേ അതിന്റെ പ്രൈം ഡോക്യുമെന്റ്. ആ പ്രൈം ഡോക്യുമെന്റിനകത്ത് വെട്ടിത്തിരുത്തൽ ഉണ്ടാക്കിയോ എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം. വെട്ടിത്തിരുത്തിയെങ്കിൽ ആര് തിരുത്തി എന്നുള്ളതല്ലേ ക്വസ്റ്റ്യൻ. അത് തിരുത്തിയ ആളുടെ ഹാൻഡ് റൈറ്റിംഗ് എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, അത് ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അവർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഒന്നും മോശമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ് നോക്കുന്ന ഒരു പ്രാഥമികമായ വിദ്യാർത്ഥിക്ക് പോലും മനസ്സിലാകുന്ന കാര്യമാണ്. വിശ്വാസയോഗ്യത തന്നെയാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതാ, ഇവർക്ക് എന്ത് കാരണത്താലായി ഡിലേ വിശദീകരിക്കാൻ കഴിയുക? 90 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന വ്യക്തിയുടെ ഹാൻഡ് റൈറ്റിംഗ് പരിശോധിക്കുന്നതിന് വേണ്ടി അവർ കൊടുത്തിട്ടേയില്ല. അതെങ്ങനെ വിശദീകരിക്കാൻ പറ്റും? ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഇത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കാൻ അവരുടെ മനസ്സങ്ങനെ തുറന്നാൽ പോരെ. അല്ലാതെ പ്രത്യേകിച്ചൊരു പ്രയാസം ഉണ്ടാകില്ല. ഇനി കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള കാര്യം പറയാം. ഈ തൊണ്ടി ഇവിടെ, ഇതിന്റെ തൊണ്ടി മുതൽ എവിടെയായിരിക്കുന്നത്? സ്വർണമാണ് എന്നുള്ളത് കൊണ്ട് അതിന് രൂപഭേദപ്പെട്ടു പോകും. പക്ഷെ തൊണ്ടി പിടിക്കാത്തിടത്തോളം കാലം പിന്നീട് എന്ത് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചാണ് പറയുന്നത്? അപ്പോ തൊണ്ടി മുതലില്ല, ഹാൻഡ് റൈറ്റിംഗ് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയില്ല, അതിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ചാർജേ കൊടുക്കുന്നില്ല. അപ്പൊ ഈ ഇൻവെസ്റ്റിഗേഷൻ കറക്റ്റാണ് എന്ന് സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത് ഞാൻ പുറത്തുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പറയുന്നതാണ്. കോടതി ഏത് രൂപത്തിലാണ് കണ്ടത് എന്ന് എനിക്കറിയില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ഘട്ടത്തിൽ നമ്മളോട് സംസാരിച്ചതിന്.